അങ്ങനെ ഞാൻ JJK സീസൺ 3യുടെ 8ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കൂടെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 99.9% ക്രിമിനൽസിൻ്റെ വിചാരണകളുടെ അവസാനം അവരെ കുറ്റക്കാരാക്കിയാണ് വിധിക്കുന്നത് എന്ന ടൈറ്റിലെ സ്റ്റേജിലെ ബാർട്ടാപ്പിൽ കിടക്കുന്ന ഹിഗ്രുമയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു പ്ലേ സ്റ്റാർട്ടാവുന്ന പോലെ കാണിക്കുന്നു. അങ്ങനെ അയാളുടെ ഒറിജിൻ സ്റ്റോറി നമ്മളെ കാണിച്ചു തരുന്നു. ജപ്പാനിലെ ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു ഹിഗോമി ഹിഗ്രുമ. അങ്ങനെ ഇരിക്കെ അയാൾ കെയ്റ്റ ഉയ് എന്നൊരു ക്രിമിനലിൻ്റെ കേസ് എടുക്കുകയുണ്ടായി. ഹിഗ്രുമ: ഇനി പറഞ്ഞോളൂ. എനിക്കൊരു പൂച്ചയുണ്ടായിരുന്നു. പക്ഷെ അവിടെ പൂച്ചയെ വളർത്താൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നതിനാൽ ഞാൻ ആരും കാണാതെയായിരുന്നു അവളെ വളർത്തിയിരുന്നത്. അന്ന് ഞാൻ അവളെ കാണാതെ അന്വേഷിച്ച് നടന്നപ്പോഴായിരുന്നു പോലീസ് എന്നെ തടഞ്ഞത്. അങ്ങനെ അവൾ മരിച്ചു പോകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. എന്നാൽ അന്ന് തന്നെ കേറ്റ് താമസിച്ചിരുന്ന പ്ലേസിൻ്റെ തൊട്ടടുത്തായി ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. അതിൻ്റെ പ്രധാന സസ്പെക്റ്റായിട്ടായിരുന്നു കേറ്റയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരണം അവൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ പോലീസിനൊരു ചോര പുരണ്ട കത്തി ലഭിച്ചിരുന്നു. തുടർന്ന് അതിൻ്റെ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അത് വിക്ടിംസിനെ കൊല്ലാൻ യൂസ് ചെയ്ത നൈഫാണെന്ന് അവർ സ്ഥിരീകരിച്ചു. പക്ഷേ കേറ്റ അത് താനല്ല ചെയ്തത് എന്നാണ് ഹിഗ്രുമയോട് പറഞ്ഞത്. പക്ഷേ അയാളുടെ കോവർക്കറായ ഷിമിസു അവൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. കാരണം ആരെങ്കിലും വെറുതെ വഴിയിൽ കിടക്കുന്ന ചോര പുരണ്ട കത്തിയും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമോ? പക്ഷേ ഹിഗ്രുമ അവരത് നേരെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്നല്ലേ പറഞ്ഞത്. എങ്കിലും ഇതൊന്നും അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റാത്ത ക്ലെയിംസ് ആണെങ്കിലും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ലിവിൻ എംപ്ലോയിയാണ് കേറ്റ. അതായത് ഈ പ്രായമായ ആർക്കും ഇടാത്ത ആളുകളെ പാർപ്പിക്കുന്ന ഒരു ഷെൽട്ടറിലാണ് അവൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ അവർ അവന് കാര്യമായി വേജസ് ഒന്നും നൽകിയിരുന്നില്ല. പകരം കുറച്ച് ഗ്രോസറീസും പാക്ക്ഡ് ലഞ്ചസും പിന്നെ ഒക്കേഷനിലേക്ക് കിട്ടുന്ന കുറച്ച് പോക്കറ്റ് പണീസുമായിരുന്നു അവൻ്റെ ആകെയുള്ള സമ്പാദ്യം. എന്നിട്ടും അവർ മാസം 50,000 yen അവൻ്റെ അടുത്ത് നിന്ന് റെൻ്റായി വാങ്ങുമായിരുന്നു. കൂടാതെ അവിടെ താമസിക്കുന്ന ചിലർക്ക് കുറച്ച് ക്രിമിനൽ റെക്കോർഡ്സും ഉണ്ട്. പോരാത്തേന് ആ നൈഫ് അവൻ എടുത്തതിൻ്റെ കാരണമായി പറഞ്ഞത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് പോലീസിനെയോ ആംബുലൻസിനെയോ വിളിക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അത് നെയ്ബേഴ്സിനെ ബോധർ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ നൈഫ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ആ ഓർഗനൈസേഷന് പിറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹിഗ്രുമ ആ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായി ഷിമിസുവിനെ ഏൽപ്പിക്കുന്നു. കൂടെ അവൻ്റെ പൂച്ചയും കൂടി ഒന്ന് നോക്കണം എന്നും അയാൾ പറയുന്നു. ശേഷം ഷിമിസു ഓർക്കുന്നു, ഹിഗ്രുമയെ പോലുള്ള പബ്ലിക് ഡിഫൻഡേഴ്സ് എപ്പോഴും അണ്ടർപെയ്ഡാണ്. പോരാത്തിന് നല്ല പണിയും എടുക്കണം. പക്ഷേ ഈ കേസിൽ പബ്ലിക് വരെ അവനെതിരാണ്. പോരാത്തിന് ഒരു ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാൻ ചാൻസുള്ള കേസാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ എന്തിനാണ് നമ്മൾ ഇത്രയും ഹോപ്പ്ലെസ് ആയ കേസൊക്കെ വാദിക്കുന്നതെന്ന് അവൾ ഹിഗ്രുമയോട് ചോദിച്ചപ്പോൾ, ഈസിയായ കേസെല്ലാം വാദിച്ചാൽ നമ്മുടെ സ്കില്ല് ഡള്ളാകും, അതുകൊണ്ടാണെന്ന് ഹിഗ്രുമ പറയുന്നു. അതിനെപ്പോഴാണ് നമ്മൾ ഈസിയായ കേസൊക്കെ വാദിച്ചതെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അയാളുടെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന തക്കഗി എന്ന എക്സ്ലോയറെ അവർ നടത്തുന്ന കഫേയിലേക്ക് കാണാനായി ഷിമിസു ചെല്ലുന്നു. അങ്ങനെ ഹിഗ്രുമയെ പറ്റി കേട്ട തക്കഗി അയാൾക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഷിമിസു അയാൾ പണ്ടും ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ തക്കാഗി പണ്ട് അയാൾ ഇതിലും വേഴ്സായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തക്കാഗി പണ്ട് തന്നെ കോവർക്കർ മൂലം മദ്യപിച്ച് കാർ ഓടിക്കേണ്ടി വന്ന ആക്സിഡന്റ് ഉണ്ടാക്കിയ ഒരു 19 വയസ്സുകാരൻ്റെ കേസ് അവർ വാദിച്ചതിനെക്കുറിച്ച് അവളോട് പറയുന്നു. ഹിഗ്രുമ അവനെ നിരപരാധിയാക്കി ആ കേസിൽ നിന്ന് രക്ഷിക്കുമെന്ന് അവൻ വിചാരിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. അതിനാൽ അവൻ അയാളോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ശിക്ഷ താൽക്കാലികമായി നീട്ടിവെക്കാമെന്ന് മാത്രമേ ഹിഗ്രുമ അവനോട് പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ തക്കാഗി താനിത് ജസ്റ്റിസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഒരു ലോയർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലും കുറച്ചൊക്കെ പരിധിയുണ്ട്. കൂടാതെ ഇത്തരം ക്ലയൻറ്റുകളുമായി ഡീൽ ചെയ്യുന്നത് അയാളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ വരെ ബാധിച്ചിരിക്കുന്നു എന്നും തക്കാഗി ഓർപ്പിക്കുന്നു. അതേസമയം കേറ്റയുടെ കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഹിഗ്രുമയും ഷിമിസുവിനെയും കാണിക്കുന്നു. അങ്ങനെ അവരുടെ കഷ്ടപ്പാടിന് ഫലമായി വിചാരണ ദിവസം കേറ്റയെ ഇന്നസെൻ്റായി കോടതി വിധിക്കുന്നു. അങ്ങനെ ഷിമിസു നമ്മൾ ശരിക്കും ജയിച്ചോ എന്നുകൊണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കെ ഹിഗ്രുമ ഇതുവരെയില്ല, അവരുടനെ തന്നെ റീട്രയൽ വിളിക്കും എന്ന് പറയുന്നു. കൂടാതെ പബ്ലിക് അപ്പോഴും കേറ്റയ്ക്ക് എതിരായിരുന്നു. പ്രോസിക്യൂഷൻ കോടതിക്ക് കൈക്കൂലി കൊടുത്തു എന്നൊക്കെയാണ് വാർത്തകളിൽ വന്നിരുന്നത്. എന്നിരുന്നാലും അവരുടെ ട്രയലിന് ശേഷം കേറ്റയുമായുള്ള മീറ്റിംഗിൽ ആ ക്രൈമിന് ശേഷം അവരുടെ റെസിഡൻസിൽ നിന്നും ഒരാൾ മിസ്സിംഗ് ആയെന്നും തൊണ്ടിമുതലുകളൊന്നും കേറ്റയുടെ റൂമിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നും അതോടൊപ്പം ക്രൈം നടന്ന ഏകദേശ സമയം അവൻ കൺവീനിയൻസ് സ്റ്റോറിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്ന CCTV ഫുട്ടേജും നമ്മുടെ പക്കലുണ്ട്. അതുകൊണ്ട് കേറ്റ സേഫ് ആണെന്ന് ഷിമിസു പറയുന്നു. അങ്ങനെ കേറ്റ അവരോട് നന്ദി പറയുന്നു. എന്നാൽ ഹിഗ്രുമ എന്നിരുന്നാലും ഒരു സെക്കൻഡ് ട്രയൽ നമ്മൾ നേരിടേണ്ടതായുണ്ട്. അതുകൊണ്ട് കേസിനെ പറ്റി ഇതുവരെ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളോട് കേറ്റ താൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു. ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട ഹിഗ്രുമയുടെ അവൻ എന്നെ വിശ്വസിച്ചതിന് നന്ദി എന്ന് പറയുന്നു. പക്ഷേ സെക്കൻഡ് ട്രയലിൽ കാര്യങ്ങളെല്ലാം തലതിരിയുന്നു. ഹിഗ്രുമയ്ക്ക് അയാളുടെ ലിമിറ്റഡ് ബഡ്ജറ്റും മാൻ പവറും യൂസ് ചെയ്ത് വളരെ കുറച്ച് എവിഡൻസേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ എതിർഭാഗത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. അതിനാൽ തന്നെ ഒരുപാട് തെളിവുകൾ അവർ ഇവർക്ക് മുമ്പേ കുഴിച്ചു മൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മിസ്സിംഗ് പേഴ്സണാണ് ഈ ക്രൈം ചെയ്തതെന്ന് തെളിയിക്കാൻ ഹിഗ്രുമയ്ക്ക് സാധിച്ചില്ല. മാത്രമല്ല ഇത്തരം കേസുകളിൽ മൂന്നാമതൊരു ട്രയൽ വിളിക്കാനുള്ള ചാൻസും വളരെ കുറവാണ്. അങ്ങനെ ഹിഗ്രുമയ്ക്ക്
ഈ ട്രയൽ തുടങ്ങിയപ്പോഴേ തന്നെ അതിൻ്റെ വിധി നിശ്ചയിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അയാൾ നോക്കിയപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേറ്റിയുടെ കണ്ണിലെ നിസ്സഹായ അവസ്ഥ കണ്ട് ഹിഗുറുമ എന്തിനാണ് ഇവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അയാളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ച് ചോദിച്ച തക്കകിയുടെ ഹിഗുറുമ മറുപടി നൽകുന്നു. എൻ്റെ ഉദ്ദേശം വീക്കായവരെ രക്ഷിച്ച് ഒരു ഹീറോ ആവുന്നതല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നടക്കാനും എനിക്ക് കഴിയില്ല. നീതിദേവതയുടെ കണ്ണുകൾ നമ്മൾ കെട്ടിയത് ന്യായമായൊരു വിധി കൽപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആളുകൾ അവരുടെ ആവശ്യങ്ങളെ രക്ഷിക്കാനായി സ്വയം അവരുടെ കണ്ണുകൾ അടയ്ക്കുകയാണ്. ഇതിനെല്ലാം ഇടയിൽ ഒരാളെങ്കിലും കണ്ണു തുറന്നിരിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ കേറ്റി അയാളുടെ മുമ്പിൽ നിന്നും പോലീസ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ജഡ്ജി ആരുടെ ഭാഗത്തു നിന്നും അപ്പീലില്ലെങ്കിൽ ഇത് ഫൈനൽ ട്രയലായി തീരുമാനിക്കപ്പെടും എന്ന് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കോർട്ടിൽ നിന്ന് പോകുന്ന വഴിയെ പെട്ടെന്ന് ഹിഗുറുമ ഒരു ചുറ്റിക എടുത്ത് അയാളുടെ മേശയുടെ മേൽ നിർത്താതെ അടിക്കുന്നു. ഷിമസു ഇത് കണ്ട് അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു. ആരും വെളിയിൽ പോകാൻ പാടില്ല, കാരണം നമ്മൾ വീണ്ടും ഒരു വിചാരണ നടത്താൻ പോവുകയാണ്. അങ്ങനെ അയാളുടെ പുറകിലായി നീതിദേവതയുടെ പോലെ ഏറെക്കുറെ സാമ്യമുള്ള ഒരു കേസ് രൂപപ്പെടുന്നു. അങ്ങനെ ഈ ഒരൊറ്റ ഇൻസിഡന്റ് മൂലം ഹിഗുറുമ അയാളുടെ പവർ വേക്കൺ ചെയ്ത് കള്ളിംഗ് ഗെയിം പ്ലെയറായി എൻ്റർ ചെയ്യുന്നു. ഇതേ സമയം റിൻ പറഞ്ഞത് കേട്ട് യൂജി ഇക്കുബുക്കുറിയിലേക്കും ഫുഷിക്കിരോ ഷിൻജുക്കുവിലേക്കും പോകുന്നു. എന്നാൽ റെമി മെഗുമിയെ പറ്റിച്ചുകൊണ്ട് രജിസ്റ്റാർ എന്നൊരു മോഡേൺ സോഴ്സിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു. അങ്ങനെ പണ്ട് റിൻ സെൻഡേ സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം അവൻ്റെ ഫ്രണ്ട്സ് ഒരു ജൂനിയറിനെ ബുള്ളി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്ന റിന്നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് യൂജി വന്ന് അവരെല്ലാം മടിച്ചിട്ടത് കണ്ട് അവൻ ഞെട്ടുന്നു. അന്നാണ് റിൻ യൂജി ആദ്യമായി കാണുന്നത്. ഇതേ സമയം മെഗുമി എന്തുകൊണ്ടാണ് റെമി ഇക്കുബോക്കുരു ടച്ച് ചെയ്യാതെ ഷിൻജുക്കുവിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ റെമി ഇതാണ് ഈസിയായ വഴിയെന്നും അവിടെ എനിക്കൊരു ബേസ് ഉണ്ടെന്നും പറഞ്ഞ് അവൾ വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുന്നു. അതേസമയം റിൻ ഹിഗുറുമ ഈ തിയേറ്ററാണ് അയാളുടെ ബേസായി എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ യൂജി അവനൊരു വലിയ സഹായമാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആ തിയേറ്ററിലേക്ക് പോകുന്നു. എന്നാൽ റിൻ അയാൾ വളരെ ഡേഞ്ചറാണ്, ആ ഹെലികോപ്റ്റർ തലേനെ വരെ അയാൾ ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂജി എങ്കിൽ സാരമില്ല, ഞാനും അയാളെ ബീറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ഓടിപ്പോവാനെങ്കിലും എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് യൂജി അകത്തേക്ക് ചെല്ലുന്നു. പക്ഷേ റിൻ അയാൾ ഒരിക്കലും അവൻ വിചാരിച്ച പോലെയുള്ള ഒരു പ്ലെയർ അല്ല എന്ന് ഓർക്കുന്നു. ഇതേസമയം റെമി മെഗുമിയെ റെജിയുടെ അടുത്തേക്കും എത്തിക്കുന്നു. അങ്ങനെ അവൾ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കി മെഗുമി അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനിത് കണ്ട് പേടിക്കുമെന്ന് ഓർത്തിട്ടാണോ? റെജിയെ നിനക്ക് ശരിക്കരുത്. ഇങ്ങനെ വെറുതെ നിന്ന് സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതേസമയം യൂജി ഹിഗുറുമയെ കണ്ടുപിടിക്കുന്നു. ആരാത്? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. നീ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് കുളിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇത് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ്. പണ്ട് ഞാൻ എലിമെൻ്ററി സ്കൂളിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ മറന്നേ പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ മുമ്പ് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിനക്ക് ചിലപ്പോൾ ഇതൊരു 10-30 വയസ്സായ ഒരു മുതുക്കൻ്റെ കോമാളിത്തരങ്ങളായി തോന്നിയേക്കാമല്ലേ? ആ, ഏറെക്കുറെ. നിങ്ങളല്ലേ ഹിഗുറുമ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണമായിരുന്നു. ഒരു മിനിറ്റ്. അതിനു മുമ്പേ എന്നോട് സംസാരിക്കുന്നതിന് 5000 യെന്നാണ് ഞാൻ ഹാഫ് അവറിന് മേടിക്കുന്നത്. എന്തോന്ന്? ഒന്നുമില്ല, ഞാനത് വെറുതെ പറഞ്ഞതാ. ഒരു നാസ്റ്റി ലോറെ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യാൻ നോക്കിയതാ. ഇയാൾ ശരിക്കും ആരാ? നിങ്ങളുടെ കയ്യിൽ 100 പോയിന്റ്സ് ഇല്ലേ? അപ്പോൾ ഇയാളൊരു മോഡേൺ സോഴ്സറാണ്. അതിനാൽ മെഗുമി പറഞ്ഞതുപോലെ ഇയാളെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചേക്കും. അതേസമയം റെജി മെഗുമിയിൽ നിന്ന് കള്ളിംഗ് ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. കള്ളിംഗ് ഗെയിം ജപ്പാനിലെ മുഴുവൻ ആളുകളെയും വെച്ച് നടത്തുന്ന ഒരു റിച്വലാണ്. അങ്ങനെ ഇവരെ അതർ സൈഡിലേക്ക് എത്തിക്കാനാണ് ഈ ഗെയിം ഉദ്ദേശിക്കുന്നത്. എങ്കിലും മാസ്റ്റർ തെങ്ങിനെ പറ്റിയൊന്നും മെഗുമി അയാൾക്ക് വിശദീകരിക്കുന്നില്ല. പക്ഷെ നിനക്ക് ഈ കെഞ്ചാക്കുവിനെ അറിയാമോ എന്ന് റെജി ചോദിച്ചത് കേട്ട് മെഗുമി ഞെട്ടുന്നു. മിസ്റ്റർ ഹിഗുറുമ, ഞാൻ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ്, നമുക്ക് കള്ളിംഗ് ഗെയിമിനെ സ്റ്റോപ്പ് ചെയ്യണ്ടേ? അല്ലല്ല, സ്റ്റോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആളുകളെ കൊല്ലുന്നത് നിർത്തുന്നതിനെ പറ്റിയാണ്. അതിനുവേണ്ടി താങ്കളുടെ 100 പോയിന്റ്സ് വെച്ച് ഇതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു റൂൾ ആഡ് ചെയ്യാമോ? ഞാനും ഫ്രാങ്ക് ആയിട്ട് അതിനുള്ള ഉത്തരം നൽകാം. പറ്റില്ല. ഇനി ഇതും തൻ്റെ തമാശയാണോ? ഒരിക്കലുമല്ല. കള്ളിംഗ് ഗെയിമിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ചില സമയങ്ങളിൽ നിയമങ്ങൾ വരെ പവർലെസ് ആണ്. പക്ഷേ കള്ളിംഗ് ഗെയിമിൻ്റെ റൂൾസ് അങ്ങനെയല്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പവർ ഒരു സത്യമാണെങ്കിൽ കള്ളിംഗ് ഗെയിം റൂൾസും സത്യമാണ്. അതേസമയം റെജി കള്ളിംഗ് ഗെയിം എന്ന ഈ റിച്വൽ കെഞ്ചാക്കുവിൻ്റെ റിയൽ പ്ലാനിനെ മറയ്ക്കാനുള്ള ഒരു കവർ മാത്രമായിരിക്കാമെന്നും കൂടാതെ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന 3 റീസൺസും അയാൾ പറയുന്നു. ഒന്നാമത്തേത് പ്ലേയേഴ്സിൻ്റെ എണ്ണം, 2 പ്ലേയേഴ്സ് തമ്മിലുള്ള സ്കിൽ ലെവലിലെ ഡിഫറൻസ്, 3 കള്ളിംഗ് ഗെയിം റൂൾസ്. അതായത് ഏകദേശം 1000 പ്ലേയേഴ്സിനെ 10 കോളനികളിലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കോളനികളിലുമുള്ള 100 പ്ലേയേഴ്സിൻ്റെ സ്കിൽ ലെവലും ഡിഫറൻ്റ് ആണ്.
പോരാത്തിന് കാശുമായ ഹിഗുറുമയും പോലുള്ള പവർഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ 60-ൽ കൂടുതൽ പ്ലേയേഴ്സിനെയാണ് കൊന്നത്. അതേസമയം മെഗുമിയും ആ കോളനി വളരെ സൈലന്റ് ആയത് കണ്ട് അത് ശരിയാണെന്ന് കാണുന്നു. എന്നാൽ മെഗുമി അങ്ങനെ സ്ട്രോങ് റൈവർ വീക്ക് റൈവറെ എല്ലാം കൊല്ലുകയാണെങ്കിൽ ഈ ഗെയിം സ്റ്റക്കാവില്ലേ? അപ്പോൾ റജി ഓൾറെഡി ചില കോളനികളിലും ഇവിടെയും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. കൂടാതെ നമ്മൾ ബാരിയറിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഓരോ കോളനികളിലേക്ക് ടെലിപ്പോർട്ട് ആവുന്നത് കളിക്കാരെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അത് ശരിക്കും മോഡേൺ സോഴ്സേഴ്സിന്റെ കേസ് ടെക്നിക്കിന്റെ ഒരു സെക്കൻഡ് അവേക്കണിങ്ങിന് വേണ്ടിയായിരുന്നു. പക്ഷെ മിക്കവരും ആ ടെലിപ്പോർട്ടേഷനിലൂടെ താഴെ വീണ്ടും മരിക്കുകയാണ് ഉണ്ടായത്. കെഞ്ചാക്കുവിന് ശരിക്കും പ്ലേയേഴ്സിന്റെ കേസ് എനർജിയാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മാക്സിമം നമ്പർ ഓഫ് പ്ലേയേഴ്സിന്റെ എണ്ണം കൂട്ടാൻ അയാൾ ശ്രമിക്കും. ഇതേസമയം യുജിയുടെ ഹിഗുറുമ ഗെയിമിന്റെ റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്ന കളിക്കാരെ ഒരു പ്രോസിക്യൂഷന്റെയോ ആർഗ്യുമെന്റ്സിന്റെയോ ട്രയൽസിന്റെയോ ആവശ്യമില്ലാതെ തന്നെ അവരെ ശിക്ഷിക്കുന്നു. അതെന്നെ ഒരുപാട് ആകർഷിച്ചു. എങ്കിലും എനിക്കറിയാം ഈ ഗെയിമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അതിനാൽ ഈ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ അവസാനിപ്പിക്കാനല്ല, മറിച്ച് 2ാമത്തെയും 8ാമത്തെയും റൂളിൽ പറഞ്ഞിരിക്കുന്ന ഈ കേസ് ടെക്നിക് റിമൂവൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതേസമയം ഷോക്കോയും പറയുന്നുണ്ട്, കേസ് ടെക്നിക് റിമൂവൽ സംഭവിക്കുമ്പോൾ മരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ കള്ളിംഗ് ഗെയിം റൂൾസിനെ അപേക്ഷിച്ച് അതാണ് നല്ലത്. എന്നാൽ യുജി കള്ളിംഗ് ഗെയിം തന്നെ ജപ്പാനിലെ എല്ലാവരെയും കൊല്ലുന്നതിനായുള്ള ഒരു റിച്വലാണ്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ഹിഗുറുമ പറയുന്നു. കാരണം അങ്ങനെ എല്ലാവരെയും കൊന്ന് റിച്വൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ റൂൾസ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ യുജിക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ കള്ളിംഗ് ഗെയിമിനെ കുറിച്ച് കൂടുതലായി അവൻ മനസ്സിലാക്കിയിരുന്നില്ല. അവസാനം വേറെ വഴിയില്ലാതെ യുജിയും എങ്കിൽ ശരി, എന്നാൽ ഞാൻ എൻ്റെ ടോണൊന്ന് മാറ്റി ഒരു വട്ടം കൂടി ചോദിക്കാം. ഹിഗുറുമ, എനിക്ക് തൻ്റെ 100 പോയിന്റ്സ് വേണം. മര്യാദയ്ക്കത് തരുന്നതാണ് തനിക്ക് നല്ലത്. അങ്ങനെ എഴുന്നേറ്റ ഹിഗുറുമ തന്നെ ഷിക്കിഗാമിയോട് നീ ഇതിനു മുന്നേ നിന്നോട് ദേഷ്യപ്പെട്ടവന്മാരെ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ തൻ്റെ വെപ്പണായ ഗേവൽ എടുത്തുകൊണ്ട് ഹിഗുറുമ ഇത് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഫൈറ്റിന് തയ്യാറാവും. അതേസമയം യുജി അയാളുടെ പുറകിലെ ഷിക്കിഗാമി ശ്രദ്ധിക്കുന്നു. കൂടാതെ അയാളോട് വളരെ സൂക്ഷിച്ച് വേണം ഫൈറ്റ് ചെയ്യേണ്ടത് എന്നും അവൻ ഓർക്കുന്നു. അതേസമയം തന്നെ ഹിഗുറുമ അയാളുടെ ഡൊമൈൻ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നാൽ ഈ ചെറിയ സമയം കൊണ്ട് ഡൊമൈൻ വരെ ഓപ്പൺ ചെയ്യാൻ പഠിച്ച അയാളെ കണ്ട് യുജി ഞെട്ടുന്നു. അങ്ങനെ അയാളുടെ ഡെഡ്ലി സെന്റൻസിങ് എന്ന ഡൊമൈനിൽ യുജി അകപ്പെടുന്നു. ഇതേസമയം ഹെജി വീണ്ടും പറയുന്നു, ഈ റൂൾസ് എല്ലാം കെഞ്ചാക്കു അയാളുടെ റിയൽ പ്ലാനിനെ മറയ്ക്കാനായി യൂസ് ചെയ്യുന്ന ഒരു കവർ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നീ ഓർത്തു വെച്ചു. അവസാനം ഏറ്റവും സ്ട്രോങ്ങറായി അവൻ അവശേഷിക്കുമ്പോൾ കെഞ്ചാക്കു ഈ ഗെയിമിലേക്ക് ഒരു ബോംബിടും. അങ്ങനെ അയാളുടെ യഥാർത്ഥ പർപ്പസും ഫുൾഫിൽ ആവും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് 7 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ കാര്യവും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.